ഓക്കെ, പ്രൊഡക്റ്റീവായിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യാൻ നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. ഈ ChatGPTൻ്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡിലേക്കും ഓവർവ്യൂയിലേക്കും പോകുന്നതിന് മുന്നേ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ്, എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ഞാൻ എൻ്റെ ChatGPT ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ChatGPT. ഈ ചാറ്റെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ചാറ്റുകളാണ്. ഇതിൻ്റെ യൂസ്ഫുൾനെസ് കൺവേ ചെയ്ത 1-2 പ്രധാനപ്പെട്ട ചാറ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഈ ഒരു ചാറ്റ് കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ, ഈ ഒരു ചാറ്റ് എടുത്ത് 9:16 റേഷ്യോ ഒരുപാട് ഇമേജസ് ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അടുത്തൊരു ചാറ്റ് എടുത്ത് നോക്കിയാൽ ഒരു ഉറുമ്പിനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കാനും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ ചലിപ്പിച്ചിട്ടാണ് ഈ കാണുന്ന AI വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ യൂസ് AI വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമേജസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ChatGPT നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു യൂസ്. രണ്ടാമതായിട്ട് പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ബ്രദർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അറൗണ്ട് ആയിട്ട് ടാക്സി സർവീസ് ആണ്. ആ ഒരു തീം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കാറും എയറോപ്ലെയിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് വേണം. കാറും എയറോപ്ലെയിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റോഡും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇമേജ് വേണം. കറക്റ്റ് പ്രോംപ്റ്റിലൂടെ നമുക്ക് വേണ്ട ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഒരു ലോഗോ ഉണ്ടാക്കിയ എക്സാമ്പിൾസ് ആണ്. വെറും പിക്ചേഴ്സ് മാത്രമല്ല, നമ്മളെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ലോഗോസ് ഉണ്ടാക്കാനും ChatGPT നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ലോഗോ പിക്ചേഴ്സ് മാത്രം ഉണ്ടാക്കാൻ പറ്റുക അല്ല, നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ചാറ്റ് എടുത്ത് നോക്കിയാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാസ്റ്റർ ചെയ്യാനും അത് പഠിക്കാനും വേണ്ടിയിട്ടുള്ള എൻ്റയർ ചാറ്റാണ് ഈ കാണുന്നത്. ഓക്കെ, ലിനക്സ് പഠിക്കണമെന്നുണ്ടാകുമ്പോൾ ഒരു ലിനക്സ് ട്യൂട്ടറായിട്ട് ChatGPT മാറും. പൈത്തൺ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൈത്തൺ ട്യൂട്ടറായിട്ട് ChatGPT മാറും. ഇനി ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഇതിൽ ഒരുപാട് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒരുപാട് ഇമേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് ഫിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ ഫിൽ ചെയ്തിട്ടുള്ള കിഡ്സ് എഡ്യൂക്കേഷൻ കണ്ടൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ChatGPT ഉപയോഗിക്കാൻ പറ്റും. AI ML അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ChatGPT ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ചാറ്റ് എടുത്ത് നോക്കിയാൽ ഇത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാറ്റാണ്. ഒരു C++ ട്യൂട്ടറായിട്ട് ChatGPT മാറും. അപ്പോൾ ഒരു എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ChatGPT നമ്മുടെ ഡെയിലി ലൈഫിൽ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ബേസിക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡിലേക്ക് നമുക്ക് കയറി പോകാം. ഞാൻ ഫയർഫോക്സ് ബ്രൗസർ ഓപ്പൺ ചെയ്തു. ഇവിടെ സെർച്ച് ബാറിൽ പോവാം. chat.openai.com അടിക്കുക. ഇതാണ് ChatGPTൻ്റെ ബേസിക് ഇൻ്റർഫേസ്. ഇതിന് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യാതെ തന്നെ ഇവിടെ ഒരു സെർച്ച് ബാർ കാണാം. ഈ സെർച്ച് ബാറിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. Who are you? Hey, I am ChatGPT, an AI language model created by OpenAI, blah blah blah. നമുക്കിനി ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യാൻ ലോഗിൻ അടിച്ചു. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ChatGPTൻ്റെ ബേസിക് ഇൻ്റർഫേസ്. ഇവിടെ ChatGPT ഉണ്ട്. ChatGPTൻ്റെ ചാറ്റ് വിൻഡോയിൽ വന്നാൽ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത്, ആസ്ക് എനിത്തിങ്. ഇവിടെ നമുക്ക് എന്തും ചോദിക്കാൻ പറ്റും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ChatGPTയിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എക്സ്പ്ലോർ GPT ഉണ്ട്, അതിലേക്ക് പിന്നെ വരാം. ഇവിടെ ഞാനിപ്പോൾ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഇന്നത്തെ ചാറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഈ ആരോട് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻസ് കാണാം, ChatGPT പ്ലസ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫ്രീ വേർഷനായിട്ടുള്ള ChatGPT ആണ്. ChatGPT പ്ലസ്സിൽ നമുക്ക് കൂടുതൽ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും ലഭിക്കുന്നതാണ്. ഓക്കെ, ChatGPT എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കിൽ നമുക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ടോ അത്രത്തോളം നമുക്ക് ChatGPTയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട്. ChatGPT പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബേസിക് പ്രോംപ്റ്റും ഒരു കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റും നമുക്ക് ഇന്നത്തെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ട്യൂട്ടോറിയലിൽ നോക്കാം. ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. എനിക്ക് ബേസിക് ഇൻറ്റഗ്രേഷൻ പഠിക്കണം മാത്സിൽ. ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻറ്റഗ്രേഷൻ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ChatGPT എനിക്കൊരു ആൻസർ തരും. ഇൻറ്റഗ്രേഷൻ ഈസ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഇൻ കാൽക്കുലസ് ദാറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഇൻറ്റഗ്രൽ. ഇത് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ബേസിക്സ് അറിയാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണ് നല്ല ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്. ഹേ, ഐ ആം എ 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ഉണ്ട്. ഞാനൊരു കോൺടെക്സ്റ്റ് എടുക്കുകയാണ്. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്. ഞാൻ മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഐ വാണ്ട് ടു ലേൺ integration. I don't know any basics of mathematics. Can you explain concept of integration with an example? That's awesome. You are interested in mathematics since you are 4th standard and new to integration. I will explain it in very simple way with an example. What is integration? Imagine you are filling a glass with water. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് യു പോർ വാട്ടർ സ്ലോലി, അതിലേക്ക് പതുക്കെ വെള്ളം നിറച്ചാൽ ഈ ഗ്ലാസ് സ്റ്റാർട്ട്സ് ടു ഫിൽ അപ്പ് ലിറ്റിൽ ബൈ ലിറ്റിൽ.
പതുക്കെ അത് ഫില്ലായിട്ട് വരും. ഇൻറ്റഗ്രേഷൻ ഈസ് ലൈക്ക് ആഡിങ് അപ്പ് ഓൾ ദി സ്മോൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടു ഫൈൻഡ് ദി ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഇൻ ദി ഗ്ലാസ്. കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ChatGPT നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ സിമ്പിൾ എക്സാമ്പിൾ: ഇമാജിൻ യു ആർ വാക്കിംഗ് ആൻഡ് യുവർ സ്പീഡ് ഈസ് ചേഞ്ചിങ്. സംടൈംസ് യു വാക്ക് ഫാസ്റ്റ്, സംടൈംസ് സ്ലോ. If you want to know how far you walked in total, you have to add up all the small distance you covered. That is what integration does. A fun visual example. Think of a rectangle. ഒരു rectangle imagine ചെയ്യുക. The area of the rectangle is length into width ആണല്ലോ. But what if we have a curved shape instead of rectangle? We can cut it into many tiny rectangles and add up their areas. The smaller the rectangle, the more accurate the total area. Integration is the way to add up all those tiny parts perfectly to find the total area. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി കൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ ChatGPT എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പറ്റും. ഐ ഡോണ്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് ലിറ്റിൽ മോർ ഈസിലി ചോദിച്ചാൽ. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റിൽ ഇത് കുറച്ചും കൂടി ഈസി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വേണ്ട കൺസെപ്റ്റ് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഇതിൻ്റെ ബേസിക്സിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ വെരി ബേസിക്സ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ChatGPT നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ബേസിക് പ്രോംപ്റ്റും ഒരു അഡ്വാൻസ്ഡ് പ്രോംപ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ പ്രോംപ്റ്റ് പറഞ്ഞാൽ ബേസിക് പ്രോംപ്റ്റാണ്. വാട്ട് ഈസ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല ഒക്കെ വെച്ചിട്ട് നമുക്കൊരു റിസൾട്ട് തന്നു. രണ്ടാമത്തെ പ്രോംപ്റ്റ് വന്ന് അഡ്വാൻസ്ഡ് ആണ്. ഇതിൻ്റെ കോൺടെക്സ്റ്റ് ഉണ്ട്, സന്ദർഭമുണ്ട്. ഐ ആം എ 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ChatGPT മനസ്സിലാവും, ഓക്കെ ഏത് രീതിയിൽ പറഞ്ഞെടുത്താലാണ് ഇയാൾക്ക് മനസ്സിലാവുക എന്നുള്ള കാര്യം ChatGPT ചിന്തിക്കും. അതിൻ്റെ ശേഷമാണ് നമ്മൾ ടാസ്ക് എടുക്കുന്നത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളും കൂടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ChatGPT പോലെ തന്നെ എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ChatGPT എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. എക്സ്പ്ലോർ GPT എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് GPTs ആണ്. ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു GPT, ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു GPT, കൺസിസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു GPT, ഇമേജസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ DALL-E അടിച്ച് നോക്കിയാൽ ഇമേജ് മാത്രം ക്രിയേറ്റ് ചെയ്യാനുള്ള DALL-E എന്നാണ് കസ്റ്റം GPT വരും. അതെടുത്തിട്ട് അതിൽ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സിംപ്ലി ഇമേജ് ഓഫ് ടൈഗർ ഇൻ ദി ഫോറസ്റ്റ്. 2 ഇമേജ് തന്നു. ഈ ഇമേജിന് ഇതേപോലെ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. അത് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതിനെ വീഡിയോ ആക്കാൻ പറ്റും, അതിനെ പോസ്റ്റർ ആക്കാൻ പറ്റും, പല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് ഇനി കൂടുതൽ പഠിക്കാനുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾസ് അല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ChatGPT നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊന്ന്. പിന്നെ ഈ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോംപ്റ്റിംഗ് മെത്തേഡ് അല്ലാതെ വേറെ ഏതെല്ലാം രീതിയിൽ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റ് എന്താണ്, ഒരു പ്രോംപ്റ്റിൽ ടാസ്ക് എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, അതിൻ്റെ ടോൺ എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ChatGPT ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ടുമോറോ.